കൊണ്ട് എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് അലങ്കൃത പൃഥ്വിരാജ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും അതേ ഉള്ളൂ പറയാൻ. കൂടുതൽ എന്താ പറയാനാ, 8 വയസ്സാവാൻ പോകുന്ന കുഞ്ഞിനോട്. ഇനി ഒരു പിക്ചറും കൂടെ ഉള്ളൂ, എന്താണെന്ന് നോക്കാം. 50-ാം വർഷത്തില് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മല്ലിക ആന്റി ആ 50th ഇയറിൽ മിസ് ചെയ്തത് സുഖേട്ടനെയാണോ? തീർച്ചയായിട്ടും. എന്താ സംശയമോളെ, കൊള്ളാം. എനിക്ക് ജീവിതം തന്ന, എനിക്കിതെല്ലാം തന്ന ഒരു ദൈവ അവതാരം പോലെയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഇല്ലാതെയൊക്കെ ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സഹിക്കുന്നുണ്ട്, പക്ഷേ അത് പുറത്ത് പറയുന്നില്ലെന്ന് മാത്രം. എനിക്കിങ്ങനെ ഒരു ജീവിതം കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. അതും ആ ഒരു കഷ്ടപ്പാടുമില്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് പോയ ഒരാളാണ് അദ്ദേഹം. ഇദ്ദേഹം ഇല്ലെങ്കിൽ ഇവരാരും ഇല്ല, എല്ലാം ബിഗ് സീറോയാ. പിന്നെ എന്നാലും എന്തായാലും ഒരു കാര്യം ഇപ്പൊ സുഖേട്ടൻ ഇത് കാണുന്നുണ്ട്. മല്ലികാന്റിയുടെ മല്ലികാന്റി പറഞ്ഞു ഞാൻ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. വീട്ടിലിരുന്ന് പറയാറുണ്ട് മക്കളോട്, എന്നെക്കാട്ടിൽ നല്ല ആർട്ടിസ്റ്റാണ് നിൻ്റെ അമ്മ എന്ന്. അതുകൊണ്ടാണോ എന്നറിയില്ല, അതോ എപ്പോഴും പറയും എടപ്പാളുകാർ നേരത്തെ പോകും, 55 വയസ്സാണ് മാക്സിമം ആയുസ് എന്നൊക്കെ പറയും. ഏതായാലും എൻ്റെ സുഖേട്ടായി ഇത്രത്തോളം എത്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു ബലമായിരുന്നു തന്നെ. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അവിടെ ഇരുന്ന് കേട്ടാ. ഞാൻ ഒന്നും പറയുന്നില്ല. താങ്ക് യു. ഒരു വലിയ കൈയടി കൊടുക്കുകയാണ്. മനസ്സറിഞ്ഞ് തന്നെ മല്ലിക ആന്റി നമ്മളോട് മനസ്സറിഞ്ഞ് ഇത് ചെയ്തിരിക്കുന്നു. ഇത്രയും സുഖുവേട്ടൻ്റെ കാര്യം പറഞ്ഞു, ഒരു പൊട്ടിക്കൊന്ന് ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയൊരു മൊമെന്റും കൂടെ ഞാൻ പറയാം. 50-ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് പൃഥ്വി അങ്ങനെ ഒരിക്കലും എടറി ഒരു പബ്ലിക് സ്പേസിൽ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പറഞ്ഞത് സത്യമാണ് കേട്ടോ. കാരണം പൃഥ്വി അങ്ങ് സൗണ്ടൊക്കെ ഇടറിയിട്ട് പറഞ്ഞു, എന്താണ് അമ്മ എന്ന് ഉള്ളത് ഒന്നുമല്ല, ഞാനും ഇന്ന് ചേട്ടന് നിൽക്കുന്നു, അതാണ് അമ്മ എന്ത് ചെയ്തു എന്നുള്ളതിന് ഉത്തരമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അത് മല്ലികാന്റി ആ ഒരു സമയത്ത് ഇമോഷണൽ ആകുന്നത് ഞങ്ങൾ കണ്ടു. പൃഥ്വിനെ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾക്കും എവിടെ ഒരു സങ്കടം തട്ടി. അല്ല, സത്യമാണ്. എന്താ വെച്ചാൽ ഇവർ കൊച്ചു 10ലും 12ലും ഒക്കെ ആയി അങ്ങോട്ട് വന്ന് വളർന്നു വരുന്നല്ലേ ഉള്ളൂ. മരിച്ചൊരു 4-5 മാസമെങ്കിലും എൻ്റെ കൂടെ വന്ന് കിടക്കുകയിടവും പോലും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്ത് പതിവില്ലാതെ അവർക്ക് റൂമൊക്കെ ഉണ്ട്. ട്രിവാൻഡ്രത്തൊരു വീട്ടിൽ പോയി അപ്പോൾ എപ്പോൾ നോക്കിയാലും സ്കൂളിൽ നിന്ന് വന്ന് വല്ലതൊന്ന് കഴിച്ച് ചോടി വന്ന് രണ്ടും കൂടെ ഇടുമ്പോൾ ഞാൻ എന്തോ മോനെ ഹോംവർക്കൊക്കെ ഇല്ലേ? ഉണ്ട്. അമ്മ എന്തിനാ ഇപ്പം കിടക്കുന്നത്? ഇപ്പോൾ ഇറ്റ്സ് ഓൺലി 4 o'clock. അമ്മ എന്തിനാ ഇപ്പം കിടക്കുന്നത്? ഞാൻ അല്ല, അമ്മ ചുമ്മാ ഇരുന്നിട്ട് അമ്മൂമ്മയായിട്ട് വർത്താനം പറഞ്ഞിരിക്കും. അപ്പോൾ അന്ന് എൻ്റെ അമ്മ കൂടെ വന്ന് നിൽക്കും. സുഖേട്ടൻ പോയതിന് ശേഷം എൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത് വേണ്ട, അമ്മ എഴുന്നേറ്റിരിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ പോകെ എനിക്ക് തോന്നി, ഈശ്വര, എൻ്റെ ഈ ഒരു ചെറിയൊരു ഡിപ്രസീവായിട്ട് ഞാൻ ഇരിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഓഫ് മൂഡ് സമയങ്ങളൊക്കെ അവർ പെട്ടെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ എനിക്കൊരു പേടിയായി. സുഖേട്ടൻ എപ്പോഴും പറയും, ഒരു കാര്യം മാത്രം, മക്കളെ പഠിപ്പിക്കണം, എവിടെ കൊണ്ട് ചെന്ന് നിർത്തിയാലും 4 കാലം നിൽക്കണം, അന്തസ്സായിട്ട്. കുഞ്ഞുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അത് പറയാൻ പഠിക്കണം, ആവശ്യമില്ലാത്ത ഇതിലൊന്നും കയറി ഇടപെടരുത്, കള്ളം പറയരുത്. പോലെ സത്യം പറയുമ്പോൾ അത് കേൾക്കുമ്പോഴുള്ളൊരു വിമിഷ്ടമേ ഉള്ളൂ, പിറ്റേ ദിവസം അതങ്ങ് തീരും. കള്ളം പറഞ്ഞാൽ മാസങ്ങളോളം പറഞ്ഞവനും കേട്ടവനും കുറ്റക്കാരൻ. അല്ല ചേച്ചി, എന്നാൽ ആ ഒരു സ്റ്റേജ് എങ്ങനെയാണ് താണ്ടിയത്? കാരണം ചേച്ചി ഒരു ചെറിയൊരു ഡിപ്രസീവ് ഫേസിലേക്ക് പോയി എന്ന് പറഞ്ഞു. പിന്നെ പൃഥ്വിയുടെ ഇന്റർവ്യൂവിൽ തന്നെ കേട്ടിട്ടുണ്ട്, ഒട്ടും വയ്യാതെ ഒരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല സുഖുവേട്ടൻ. ഒരു മൂന്നാറിന്ന് വരെ ഞങ്ങൾക്ക് ഒരു ഫാം ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കാന്തല്ലൂർ എന്ന സ്ഥലത്ത്. അവിടെ നിന്ന് തിരിച്ചു വരിക, പുറം വേദന എന്നൊക്കെ പറഞ്ഞു രാവിലെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ഈ കാറ് പാർക്ക് ചെയ്തിരുന്നത് ഒരു കയറ്റം കയറി ഫോറസ്റ്റ് ഓഫീസിൻ്റെ കോമ്പൗണ്ടിലാണ് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്ത്. അവിടെ നിന്ന് ഇറങ്ങി ഒരു വലിയ മലവെള്ളപ്പാച്ചിലുണ്ട്, അത് ക്രോസ് ചെയ്ത് പിന്നെ കയറുമ്പോഴാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെ വീട്ടിൽ നോക്കിയാൽ റോഡൊക്കെ കാണാം. പക്ഷേ ഇതെല്ലാം നടന്നു വന്ന് കയറി, സാറ് പോകണം, സാർ പോട്ടെ പോയിട്ട് പുറം ഒരു വേദന, തണുപ്പിൻ്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പോയ ഒരാളാണ്. എറണാകുളത്ത് നിന്നപ്പോൾ കുറച്ച് കൂടുതലാണെന്ന് പോയപ്പോഴാണ് ഞാൻ കരുണാകരൻ സാറിൻ്റെ മകൾ പത്മജയുടെ ഹസ്ബൻഡ് ഡോക്ടർ വേണു, ഞങ്ങൾ കുടുംബപരമായിട്ടൊന്ന് വലിയ അടുപ്പമൊക്കെയാണ്, അവിടെ ചെന്നു. അപ്പോൾ വേണു പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, സുഖം ഇച്ചിരി BP യുടെ മരുന്നൊക്കെ കഴിക്കുന്ന ഒരാളല്ലേ, അപ്പോൾ അത് നോക്കാമെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പിന്നെ ഒരു ഡോക്ടറെ കൊണ്ട് നോക്കിയപ്പോൾ ഭയങ്കര ഫ്ലക്ച്വേഷൻ, ECG നോക്കിയപ്പോൾ, അല്ല അത് വേണ്ട ചേച്ചി, നമുക്കന്ന് അഡ്മിറ്റ് ചെയ്യാം പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത ആളാണ്. 4-ാം ദിവസം ഉച്ചയ്ക്ക് 2:30 പോകുന്നത്. അത് കഴിഞ്ഞ് 3-ാം ദിവസം ജനാർദ്ദനൻ ചേട്ടൻ വന്ന് രണ്ടുപേരും കൂടെ അട്ടഹാസവും ചിരിയൊക്കെ. അപ്പോഴത്തേക്ക് റൂമിലോട്ട്, ഒരു സൈഡ് റൂമിലോട്ട് 3-ാം ദിവസം ഇതിൽ പോലും ക്ലൂ പോലും തന്നില്ല അല്ലേ ചേച്ചിക്ക്? തന്നില്ല. ഞാൻ സിഗരറ്റ് വലിക്കുന്നത് നിർത്താൻ വേണ്ടി എന്നെ ഇവിടെ പിടിച്ച് കിടത്തിയിരിക്കും അതൊക്കെ ജനാർദ്ദനൻ ചേട്ടനോട് പറഞ്ഞ് എന്തെല്ലാം പറഞ്ഞു. പക്ഷേ അപ്പോൾ ഒരു സംശയം മാത്രം, എൻ്റെ ബ്രദർ എന്ന് അമേരിക്കയിൽ നിന്ന് എപ്പോഴും വിളിക്കുമായിരുന്നു ഡോക്ടേഴ്സിനെ. അത്രയും വലിയൊരു അറ്റാക്കാണ് ആദ്യം വന്നതെന്ന് അവരിപ്പോൾ പറയുന്നു. കുഞ്ഞുങ്ങളെ വിളിക്കാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ഒരു 3-ാം ദിവസം ഒന്ന് റൂമിലോട്ട് മാറ്റാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചേട്ടൻ്റെ അഭിപ്രായം.
ഏതായാലും നമ്മൾ ഈ മെഡിക്കൽ ആസ്പെക്ട്സ് ഒന്നും നമ്മൾ ചർച്ച ചെയ്തില്ല. നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വിഷമം മാത്രം. അന്ന് ഇന്ദ്രൻ 12 കയറിയതേ ഉള്ളൂ, രാജു 10. ഏറ്റവും കൂടുതൽ അത് ഇമ്പാക്ട് ചെയ്തത് കാരണം പൃഥ്വിയൊക്കെ വളരെ ഒരു ജസ്റ്റ് ഒരു ഷെയ്ഡ് ഓഫ് ഇമോഷൻ പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു വീഡിയോ ഇപ്പോഴൊക്കെ ബോഡിയുടെ അടുത്ത് നിൽക്കുന്നത് സുഖമായിട്ട് കിടക്കുകയാണ്, പൃഥ്വി അനങ്ങാതെ നിൽക്കുകയാണ്, പൃഥ്വിയുടെ ഒരു ഭാവമാറ്റം. ഇപ്പോഴും ഒരു സ്വഭാവം അങ്ങനെയാ. ഒരുപാട് ദുഃഖങ്ങൾ ഇങ്ങനെ ഉള്ളിലൊതുക്കും. അപ്പോൾ പലരും പറയും അതൊന്ന് മാറ്റണം, പൃഥ്വിയുടെ ഇന്ദ്രനെ പോലൊന്നും കരഞ്ഞാലും കുഴപ്പമില്ല, ഇങ്ങനെ ഉടക്കി പിടിച്ച് നിൽക്കരുത് എന്നൊക്കെ പറയാറൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടാകും. പിന്നെ അതൊരു പെട്ടെന്ന് കൊച്ചുകുട്ടികളല്ലേ, ഓർക്കാപ്പുറത്ത് ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനങ്ങ് പോയി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ ഒരു വലിയ പ്രയാസമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറേശ്ശെ മാറി ഈ പറഞ്ഞ പോലെ ഈ സീരിയലിൽ വന്ന് അഭിനയിച്ചു. ഞാൻ ഇച്ചിരി തമാശയൊക്കെ പറഞ്ഞ് പിള്ളേരെ അവരങ്ങ് മാറി മിടുക്കരായിട്ട് എല്ലാവരും 10th 12th ഒക്കെ കഴിഞ്ഞ് ഓരോ സ്ഥലത്തേക്കൊക്കെ പോയി പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ദൈവമേ, ഞാനിങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ ഇവരുടെ ഇതൊക്കെ പോയനേമായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നിയത് അപ്പോഴാണ്. അതിനുശേഷം പിന്നെ ഞാൻ പിള്ളേരുടെ മുമ്പിൽ ഞാനൊരു മൂഡ് ഓഫ് അത് ചോദിക്കും, ഇപ്പോഴും ചോദിക്കും. ഞാനിവിടെ ഒന്നും മിണ്ടായിരുന്നാൽ മതി. ആദ്യം രാജുവും ചോദിക്കും, ഇതെന്നെ ചെയ്യും, വലിയ സുമാനൊന്നും മൂഡ് ശരിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് കയറി വരുന്നത്. പക്ഷേ അത് എൻ്റെ അടുത്തേ ഉള്ളൂ, എല്ലാവരും ഇരിക്കുമ്പോഴൊന്നും അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇത് പറ്റിയമ്മേ എന്നൊക്കെ ചോദിക്കും. അത് അവർക്ക് കണ്ടാൽ മനസ്സിലാവും എന്തോ സംഭവം ഉണ്ട് അമ്മയ്ക്കെന്നുള്ളത്. ഞാൻ പറയും ഒന്നുമില്ല പോലെ എന്ന് പറയും. അതുപോലെ എനിക്ക് ഏറ്റവും സുഖേട്ടനുള്ളതെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ഏത് മൂലയിൽ കിടന്നാലും സുഖേട്ടൻ്റെ ആണ്ട് ബലിക്ക് 2 പേരും പറന്നെത്തും. ബലി ഇട്ടിട്ടേ പിന്നെ പോവുള്ളൂ. അതും അത് അച്ചട്ടായിട്ട് ആ ഒരു റിച്വൽ കറക്റ്റായിട്ട് തന്നെ അല്ലേ ഫോളോ ചെയ്ത് അതൊക്കെ ചെയ്തൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള അമ്മ പറഞ്ഞാൽ അനുസരിക്കുകയും അമ്മയ്ക്ക് ഒരു സങ്കടം വന്നാൽ ഒപ്പം നിൽക്കുകയും ചെയ്ത 2 മക്കളെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ധനം. അല്ലാതെ ഇപ്പോൾ വീടുണ്ട്, കാറുണ്ട്, അതൊക്കെ എന്തോ അതൊക്കെ എല്ലാവർക്കും ഉണ്ട് ഇപ്പോഴും. അതൊന്നും ഞാൻ അത്ര വലിയ കാര്യമായിട്ട് ഇനി എനിക്ക് അങ്ങനത്തെ ഒരു അത്യാഗ്രഹങ്ങളും ഇല്ല. എന്താണ് ശരിക്കും മല്ലിക ആൻറ്റി ഇതില് ഇന്ദ്രന്റെ ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും മല്ലിക ആൻറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കാലം കഴിഞ്ഞാലും ഇനി മല്ലിക ആൻറ്റീനെ മുന്നോട്ട് നയിക്കുന്നത് എന്താണ്? ഇനി മല്ലിക ആൻറ്റിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ ഇനി ചെയ്തു ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളും ഇല്ല. എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലം കഴിഞ്ഞാലും ഈശ്വരൻ ഞാൻ ഈ ഭാര്യമാർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും അവർ തമ്മിലുള്ള ഈ സ്നേഹം കുറയാനായിട്ട് ഒന്നും നിങ്ങൾ വേറെ കൊണ്ടില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ചേട്ടൻ കുറച്ച് കൂടുതൽ സ്നേഹം കാണിച്ചു തന്നിരിക്കുക അനിയനോട്, അനിയൻ ചിലപ്പോൾ എന്താ ഏട്ടാ പ്രശ്നം എന്ന് ചോദിച്ചു തരിക, അതിപ്പോൾ അവരുടെ കാര്യമല്ലേ വിട്ടേരെ എന്നൊരു നിലപാട് നിങ്ങൾ എടുക്കരുത്. അമ്മയോട് സ്നേഹമാണ്, അയ്യോ എന്താ അമ്മ അങ്ങനെ പറഞ്ഞാൽ അവർ 2 പേരും അനുസരിക്കും കേട്ടോ. കാരണം ആ സ്നേഹം എന്നും നിലനിന്ന് പോകണം. കാരണം അത് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊരു ബലമാണ്. അത് എപ്പോഴും അതെ. ഇന്ദ്രൻ എന്തെങ്കിലും പറയാൻ രാജുവിൻ്റെ അടുത്ത് ചോദിക്കും, ചിലപ്പം രാജു അതുപോലെ ഇന്ദ്രനുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ എന്നോട് പോലും പിന്നെ പറയത്തുള്ളൂ. ഇവര് തമ്മിൽ തല്ലോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. കൊച്ചിലെ ഉണ്ടായിരുന്നു, നല്ല ഒന്നാം തരം തല്ലുണ്ടായിരുന്നു. അല്ല പൃഥ്വി ഇന്ദ്രനെയാ. കൊച്ചിലെ അവ കുഞ്ഞാല് 3 വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഇവര് തമ്മിൽ. 2.25 വയസ്സിനെ പറ്റുന്നില്ല. കാരണം പൃഥ്വി വളരെ സൈലന്റ് ആയിട്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലല്ല, അങ്ങനെയല്ല. അവന്റെ കളിപ്പാട്ട ഇന്ദ്രൻ എടുക്കാൻ പാടില്ല. അതേസമയം ഇന്ദ്രന്റെ കളിപ്പാട്ട് അവരെടുത്തോണ്ട് ഇന്ദ്രൻ ഒരു ട്രാക്ടർ ഉണ്ടായിരുന്നു, അത് കുറച്ച് കഴിയുമ്പോൾ അത് പൃഥ്വി ഓടിക്കലായി. അത് ഇന്ദ്രന് കൊടുക്കത്തില്ല. അപ്പോഴും ഇന്ദ്രൻ പറയും, പാവം അമ്മ, അവൻ കുഞ്ഞല്ലേ, അവരെടുത്തോട്ടത്. ഞാനപ്പോ പറയുകയും ചെയ്തു, അയ്യോ പാവ ഇവൻ ഇങ്ങനെ പാവമായി പോയതൊക്കെ. ഞാൻ കുറുമ്പ് പൃഥ്വിക്ക് തന്നെ ആയിരുന്നു. കുറുമ്പ് പൃഥ്വിക്ക് തന്നെ. പിന്നെ എപ്പോഴാണ് ആ ഒരു അത് മാറി? പിന്നെ ഒരു സ്കൂളിലൊക്കെ പോയി ഒരു 3rd സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോൾ ഇന്ദ്രൻ അപ്പോഴത്തേക്ക് ചേട്ടൻ എന്നുള്ള ഒരു സ്നേഹം വന്നു. ഇവർ 2 പേരും കൂടെ ഒന്നിച്ചേ കളിക്കുകയുള്ളൂ. സുഖോട്ടനും അത് ശ്രദ്ധിക്കാറുണ്ട്. വല്ലത് ഡ്രൈവറെയോ ആരെങ്കിലും ഒക്കെ കൂട്ടിയൊക്കെ വിടുകയാണെങ്കിൽ ഇവരെ 2 പേരെയും കൂടെ വിടത്തുള്ളൂ. എന്നാലും മല്ലികാന്റിയുടെ തല്ല് ഇവരിൽ ആർക്കായിരിക്കും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക? തല്ല് തല്ലല്ല, ഈ ചെവിക്ക് കൊടുത്തൊക്കെ കിട്ടിയ ഇന്ദ്രനാ. ഹോംവർക്ക് അന്ന് അവിടെ തമിഴ് കമ്പൽസറിയാ. അപ്പം ഞാൻ അതുകൊണ്ട് തമിഴ് അത്യാവശ്യം എഴുതുകയും പറയുകയും വായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഞാൻ. അപ്പോൾ അത് പഠിക്കാനായിട്ട് ഇവന് വലിയ തമിഴ് അക്ഷരം എഴുതാൻ വലിയ പാടാണ്. അപ്പോൾ ഞാൻ ചെയ്യും ഒരേ നാളെ ഹോംവർക്ക് എഴുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കുക, അയ്യോ പാവം എൻ്റെ കുഞ്ഞിനെ ഒന്നും പഠിപ്പിക്കാതെ അവരിപ്പോൾ തമിഴ് സിനിമയിൽ വരെ അഭിനയിക്കുന്നു. ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊക്കെ ഇപ്പം എൻ്റെ കൊച്ചുമക്കളെ ചോദിക്കുമല്ലോ, അമ്മമ്മ കെമിസ്ട്രി മെയിൻ എടുത്തേ, അമ്മമ്മ വലിയ കാര്യത്തിൽ ഭയങ്കര ഇക്വേഷൻ അതും ഇതൊക്കെ കാണാതെ പഠിച്ചെന്ന് പറഞ്ഞു. ഇപ്പം ജീവിതത്തിൽ എപ്പോഴെങ്കിലും അമ്മമ്മ കെമിസ്ട്രിയുടെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഒരു ഉത്തരവില്ല. ഇപ്പോൾ കുട്ടികൾ അവർക്ക് പഠിക്കേണ്ട സാധനങ്ങൾ സ്വയം കണ്ടെത്തും.
അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കും, അഡ്മിഷൻ വാങ്ങിക്കും, പഠിക്കും. എല്ലായ്പ്പോഴും മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൂടെയില്ല എന്ന പരിഭവമുണ്ട് മല്ലിക സുകുമാരന്. എന്നാലും അവർ സിനിമാ തിരക്കുകളുമായി കഴിയുകയാണെന്ന ധാരണയുമുണ്ട് ഈ അമ്മയ്ക്ക്. ചില അഭിമുഖങ്ങളിൽ മാത്രമാണ് മല്ലിക എന്ന അമ്മ ആ പരിഭവം പങ്കിടാറുള്ളത്. അവരുടെ ഒപ്പം ചേർന്നാൽ ഈ അമ്മയ്ക്ക് ആഘോഷമാണ്. അമ്മയുടെ ജന്മദിനം ആഘോഷമാക്കാൻ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി എത്തിയിരുന്നു. കൊച്ചുമക്കളിൽ മടിയിലിരുത്താൻ പ്രായമുള്ള ഒരാൾ ഇനി പൃഥ്വിരാജിന്റെ മകൾ അല്ലി എന്ന് വിളിക്കുന്ന അലംകൃത മാത്രമാണ്. അല്ലിമോൾ അച്ചമ്മയുടെ മടിയിൽ ഇരിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. മല്ലിക സുകുമാരന്റെ 2 മക്കൾക്കും പുത്തൻ താമസ സ്ഥലം ഉറച്ച വർഷം കൂടിയാണ് ഇത്. ഇന്ദ്രജിത്തും പൂർണിമയും വർഷങ്ങളായുള്ള ഫ്ളാറ്റിലെ താമസം ഒഴിവാക്കി ഒരു വീട് വെച്ച് താമസം ആരംഭിച്ചത് ഈ വർഷമാണ്. ഇക്കൊല്ലമായിരുന്നു പാലുകാച്ചൽ. പൃഥ്വിരാജ് ഭാര്യയും മക്കളെയും കൊണ്ട് മുംബൈയിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു. എല്ലാ ഇന്റർവ്യൂസിലും രസകരമായി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് മല്ലിക സുകുമാരൻ. തന്റെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, മരുമക്കളെക്കുറിച്ച് എല്ലാം വാതോരാതെ മല്ലിക പറയാറുമുണ്ട്.